ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഫ്രൈഡേ അവിടെ ലാൻഡ് ചെയ്തു. അപ്പം ഡേ 4 ഇൻ ലണ്ടൻ. ഇന്ന് ഞാൻ അറ്റ്ലീസ്റ്റ് ഇന്നലെ എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് പോലും ചെറുതായിട്ടേ ഉറങ്ങാൻ പറ്റുള്ളൂ. ലിയോണയും റോമിയും അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങി. റോമിക്ക് ലിയോണ ഫ്രണ്ട് കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഞാൻ എന്നിട്ട് റോമി ഇന്ന് ക്രിസ്മസ് ആയി. റോമി ഈസ് ഓൾറെഡി റെഡി. ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ എന്നിട്ട് പതുക്കെ ഇന്ന് വെയിൽ കുറവാണ്, എന്നാലും നോട്ട് ബാഡ്. റെയിനിന്നൊക്കെ കാണിച്ചിട്ട് റെയിൻ ഇപ്പം ഇല്ല. സോ ഞങ്ങൾ ഇറങ്ങി ഇന്നാണ് ഞങ്ങളുടെ ഫുൾ ഡേ ഉള്ളത്. നാളെ വൈകുന്നേരം നമ്മുടെ ഫ്ലൈറ്റ് ആണ്. സോ നാളെ ഉച്ചവരെ പുറത്ത് പോവാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ അത്യാവശ്യം കണ്ട് എല്ലാം വരാനുള്ള പരിപാടിയാണ്. അത് കഴിയുമ്പോൾ ഞങ്ങൾ പ്രാഗിലേക്ക് പോകും. ഞങ്ങൾ ടൈമൊക്കെ ശരി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ടൈമിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നം. റോമിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്കാണ് ഇച്ചിരി പണി കിട്ടിയത്. പക്ഷെ ഞങ്ങളിപ്പോൾ അത് ഷോക്കിയായി. അപ്പം ഞങ്ങളിന്ന് ലണ്ടനിൽ തെരുവുകളിലൂടെ ഉലാത്താൻ പോവുകയാണ്. അല്ലേ റോമി? അല്ലേ ലിയോണ? ഞങ്ങൾ ഇന്ന് ഏത് മാർക്കറ്റിലേക്കാണ് പോകുന്നത്? ഞങ്ങൾ അങ്ങോട്ട് നമ്മുടെ ഹോട്ടലിൽ നിന്നൊരു 500 മീറ്ററേ ഉള്ളൂ. അങ്ങോട്ട് പോവാം. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ അതിമനോഹരമാണ്. ഒരു രക്ഷയില്ല. സിനിമയിലൊക്കെ അതൊക്കെ ഭയങ്കര ഒരു അറ്റ്ലീസ്റ്റ് 100 ഇയർ പ്ലസ് എന്താണല്ലോ ആയിരിക്കും. അത്രയ്ക്ക് നല്ല രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മോഡേൺ ബിൽഡിങ്സും ഉണ്ട്. ബട്ട് അവരുടെ ആ തനിമ നിലനിർത്തിയാണ് എല്ലാം പണിതേക്കുന്നത്. സോ അത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ലണ്ടൻ, റോം, ഫ്രാൻസ് ഇതുപോലെ, പാരീസ്. യാ, പക്ഷെ അവരത് നന്നായിട്ട് ഇതൊക്കെ ഫുൾ സ്റ്റോണൊക്കെയാണെന്ന് തോന്നുന്നത്. ലേബറും പിന്നല്ലാതെ. നമ്മൾ ലീഡൻ ഹാൾ മാർക്കറ്റിലെത്തി. ഇവിടെ ഹാരി പോട്ടർ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്നാണ് ലിയോണ പറയുന്നത്. അല്ലേടി, ഹാരി പോട്ടർ ഷൂട്ട് ചെയ്തതല്ലേ? ഇവിടെ കയറുവാണോ അവിടെ കോഫി കുടിക്കാൻ? അതോ ഇവൻ ഉറങ്ങിയില്ലല്ലോ? പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നിട്ട് വരാം. കറങ്ങി കഴിക്കാം. ഇവിടുത്തെ മോഡേൺ ഡബിൾ ഡെക്കർ ബസ്സുകൾ, പഴയ ബസ്സുകൾ ചില സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ കാണാം. ഇതെല്ലാം ലണ്ടൻ ഐക്കോണിക് ബസ്സുകൾ. ഞങ്ങളെന്നാ പോയി ഇവിടെ ഇരുന്നു ഫുഡ് കഴിക്കും. ഇവിടെ കഥാടി. ഓക്കെ, ഞങ്ങൾ ഇവിടെ നിന്ന് കോഫി കഴിക്കാം. ലിയോണ ഒരു മോക്കയും എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് ക്ലബ് ചിക്കൻ പറയുന്നു. അതുപോലെ ഫ്ലാറ്റ് വൈറ്റ്. ലിയോണ മോക്ക പ്ലസ് മോക്ക ഡീക്യാഫ് പറയാൻ മറക്കല്ല. ഇപ്പൊക്കെ കാർഡ് പേയ്മെന്റ് ഓൺലി ആണ്, ക്യാഷ് എടുക്കൂല. കഴിച്ച് ഫുഡ് വന്നു കഴിയുമ്പോൾ വ്ളോഗ് ചെയ്യാൻ മറന്നു പോകുമെന്നും. ഫുഡ് കഴിച്ചു. ഞാൻ ഒന്നും കാണിക്കാനൊന്നുമില്ല, കുടിച്ച് കഴിഞ്ഞതിൻ്റെ മാത്രം. ഞങ്ങളെപ്പോഴും മറന്നു പോകും. ഫുഡ് കഴിയുമ്പോൾ വിശന്നിട്ടും കഴിച്ചു. ഇവിടുത്തെ എന്താ സംഭവം എന്ന് ഞാൻ നോക്കിയില്ല. എന്തോ നല്ല കുറേ ബിൽഡിങ്സും സ്ട്രീറ്റ്സൊക്കെയാണ് നല്ല അടിപൊളി.
അടിപൊളിയാണ്. ഞങ്ങളങ്ങനെ നടന്നു വന്നപ്പോൾ കുറച്ച് മഴ പെയ്തു. ഞങ്ങളപ്പോൾ ഏതൊരു ഓഫീസ് ബിൽഡിങ്ങിൽ കയറി നിൽക്കുക. ബ്ലൂംബർഗ് മറ്റേ ഇതല്ലേ, ചാനലല്ലേ? മീഡിയ. പിന്നെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ആ റൂൾ അറിയത്തില്ല. സോ ഇറ്റ്സ് ഓക്കെ. റോമി ഉറങ്ങിക്കൊണ്ടിരിക്കുക. മഴ കുറഞ്ഞു, എന്നാൽ ഞങ്ങൾ ജസ്റ്റ് വെയിറ്റിംഗ്. എണീറ്റോടി. ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് സെയിൻറ്റ് പോൾസ് കത്തീഡ്രലിലേക്കാണ്. അങ്ങോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സെയിൻറ്റ് പോൾസ് ഗാർഡൻസ് അതുവഴി കയറിക്കും. സെയിൻറ്റ് പോൾ ചർച്ചിലേക്ക് മഴയാണ്, ഞങ്ങൾ ഓടിക്കയറുവാണ്. ചർച്ചാണ്. അതേ ആയിക്കോട്ടെ, ഫ്രണ്ടിലോട്ട് നോക്കൂ. അതോ ആണോ? പള്ളിയിടാകം എവിടെയും പോയിരിക്കാം. Almighty God. ഡ്യൂക്ക് ഓഫ് പഴയ, ഇപ്പോൾ വേറെ ആളായിരിക്കുമല്ലോ. ആത്തർ പുള്ളിനെ അടക്കിയ സ്ഥലം ഈ പള്ളിയിലാണ്. റോയൽ വെഡ്ഡിങ് എല്ലാം നടക്കാറ്. പിന്നെ അതെടുത്തല്ലേ? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നുപോയി. അത്യാവശ്യമുള്ള കാര്യമൊക്കെ മറന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാൻ മറന്നുപോകും. ഇതൊക്കെ പണിതല്ലേ, ചെറിയ ചെറിയ പീസുകളാണ്. അത് ഇത് ചെറിയ ചെറിയ വരച്ച് അങ്ങനെയാണ് ഇവിടുത്തെ ഫുൾ ഫ്ലോറിങ്. ഒന്ന് ആലോചിച്ച്. കൊറിയ ഇതാണ് ഇപ്പം ഞങ്ങൾ കയറിയ കത്തീഡ്രൽ. അടിപൊളിയായിരുന്നു. മഴ തന്നെയാണിപ്പം. ഞങ്ങളിപ്പോൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഹാരി പോട്ടർ പ്ലാറ്റ്ഫോമിലാണ്. കിങ്സ് ക്രോസ് സ്റ്റേഷൻ.
ഞങ്ങളിപ്പോൾ വേൾഡ് ഫേമസ് കിങ്സ് ക്രോസ് സ്റ്റേഷനിലാണ്. ഇവിടെ ഒത്തിരി മൂവീസ്, ഹാരി പോട്ടർ ഫിലിം ചെയ്തേക്കുന്നത്. ഹാരി പോട്ടർ മാത്രമല്ല, മിഷൻ ഇമ്പോസിബിൾ, വണ്ടർ വുമൻ, ഇന്ത്യൻ മൂവീസ് എല്ലാം. അല്ല, ഇത് വേറെ റെയിലിന്റെ പ്ലാറ്റ്ഫോം ആടി, അങ്ങോട്ടല്ല നമുക്ക് പോകണ്ടേ. ഇത് നെറ്റ്വർക്ക് റെയിലിന്റെയാ. നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ പോകണം. എത്ര പ്രാവശ്യം? അതെ, അവിടെ എന്തോ നഴ്സിംഗ് ആണെന്ന് തോന്നുന്നു. അത് നോക്ക്, ആ ടോയ്ലറ്റ് ആൻഡ് ചേഞ്ച് റൂം കാണാൻ. നഴ്സിംഗ് ഒന്നും കാണത്തില്ലേ. നീ ഇവിടെ ഇരുന്ന് ബാലോട്ടെ, ഇവിടെ ആരുമില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ നോട്ടിംഗ് ഹിൽ എടുത്തി. അവിടെ ഒരു ലാഡ്ബ്രോക്ക് ഗ്രോവ് എന്ന സ്റ്റേഷനിലെത്തിയേക്കുവാണ്. നോട്ടിംഗ് ഹില്ലിലേക്ക് 250 മീറ്ററേ ഉള്ളൂ. നോട്ടിംഗ് ഹില്ലിലാണ് ഞങ്ങൾ. നോട്ടിംഗ് ഹില്ലിൽ എത്തിയേക്കുവാണ്. നോട്ടിംഗ് ഹില്ല് മഴച്ചിരി കുറഞ്ഞ് ഇച്ചിരി പേരുണ്ട്. നല്ല കുറേ ബിൽഡിങ്സും നല്ല കുറേ സ്ട്രീറ്റും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആ, പോവാം. ഈ ജസ്റ്റ് ഇവിടം വരാം. അപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. ആ, എന്നാ വെസ്റ്റ് ഫീൽഡിലോട്ട് പോവാം. ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വേറെ എന്നാണ്ട് ഡിഷുമോ? ആ, പണ്ടേ ആണ്ട് കുഴപ്പമില്ല. ഈ സമയത്ത് ഓപ്പൺ ആണല്ലോ അല്ലേ? 4 മിനിറ്റ്സേ ഉള്ളൂ. സോ അങ്ങോട്ട് പോവാണ്. നോട്ടിംഗ് ഹില്ലിൽ ഇങ്ങനെ കുറേ നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ലിയോണ വലിയ കാര്യത്തിൽ കൊണ്ടുപോകുന്നതല്ലേ ജൂലിയ റോബർട്ട്സ് അഭിനയിച്ച ഒരു മൂവിയിലെ ലൊക്കേഷനാണ്. ഈ ഡിഷും നിനക്ക് എങ്ങനെ അറിയാവുന്നേ? ഫേമസ് ആയി ഇവിടെ വന്നപ്പോ നീ റിസർച്ച് ചെയ്താണോ അതോ? അടിപൊളി. ഇന്ന് എനിക്ക് വിശക്കുന്ന, എനിക്ക് ഇന്ത്യൻ കഴിക്കാൻ തോന്നുന്നു. നാളെ നമുക്ക് ജിംഖാന പോട്ടെ. പക്ഷെ ജിംഖാന ദൂരെ ആടി. ആണോ? ഇല്ല. ആ, ഇവിടുന്ന് 45 മിനിറ്റ്സ് ഉണ്ട്. വീട്ടിൽ നിന്നാണല്ലോ അത്ര ഉണ്ട്. നോക്കിയേ. അങ്ങനെ ഞങ്ങള് ഡിഷുമിലെത്തി. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വരാം. ഞങ്ങളിവിടെ എത്തി. റോബിൻസനവിടെ ഇരിക്കുന്നു. ലിയോണ എന്നെ ഡ്രിങ്ക് പറഞ്ഞത് നോൺ ആൽക്കഹോളിക് എന്തുവാ? പൈനാപ്പിൾ സോഡ. ഞാനൊരു ലസ്സി പഞ്ചോ അങ്ങനെ എന്തോ സംഭവം ആൽക്കഹോളിക്. അങ്ങനെ ഉണ്ട്. കൊള്ളാം. ഒന്നും എടുക്കാം. നമ്മൾ പറഞ്ഞ ഫിഷ് എന്തുവായിരുന്നു? സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല ചട്നി, അടിപൊളി ചട്നി. റോമിച്ചിന് അവിടെ ഒരു കുക്കുംബർ കൊടുത്തു. നന്നായി മാറ്റി അങ്ങോട്ടല്ലോ. അതായത് നമ്മുടെ ഈ മസാലയായിട്ട് മിക്സാണ്. പക്ഷെ കൊള്ളാം അല്ലേ? ഇത് ഞങ്ങളുടെ സ്റ്റാർട്ടറാണ്. ബാക്കി ഞങ്ങൾ ഇപ്പോൾ അതിനത് കളത്തിറങ്ങി കൊടുക്കുക അവൻ്റെ റൂമിക്ക്. പക്ഷെ ഇഷ്ടപ്പെട്ടതോ അത് പിന്നെ എടുക്കുന്നുണ്ടല്ലോ. വേണ്ട. ഇത് വന്നു മെയിൻ കോഴ്സ്. ചെറിയ പോർഷൻസ് ആണെല്ലാം. ഗാർലിക് നാൻ, പിന്നെ എന്തോ ചിക്കൻ കറി കടി, റൂബി. ഇവിടുത്തെ എന്തോ സ്പെഷ്യലാണ്. നീ ഇങ്ങനെ കൊടുക്കാം. അവൻ്റെ ഇങ്ങനെ പിടിക്കാം. റൂമിക്ക് കുറച്ച് ഞങ്ങൾ കൊടുത്തു. കളയാനുള്ള ചാൻസ് ഉണ്ട്. ഹലോ ഗായ്സ്, ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോകുന്ന വഴി നല്ല
ആമണ്ട്സും പീനട്സും ഇങ്ങനെ വറുത്ത് കാരമലൈസ്ഡ് ആയിട്ട് തരും. നല്ല തണുപ്പത്ത്, ഇന്ന് ചൂടില്ല, ബട്ട് കുറിക്കാൻ നല്ല സുഖമുണ്ട്. ഞങ്ങള് തിരിച്ചതാ റൂമിലേക്ക് പോവുകയാണ്. റൂമി ഉറക്കമാണ്, മിക്കവാറും ഇനി വൈകാതെ എണീക്കും. ഞങ്ങൾ ഇന്നൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചായിരുന്നു. അത് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടു കാണുമല്ലോ. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഡിഷും എന്നാ പേര്. അവർക്ക് കുറേ ലൊക്കേഷൻസ് ഉണ്ട് ലണ്ടനിൽ തന്നെ. ആക്ച്വലി ഞങ്ങൾ ജിംഖാനയിൽ പോകണം, അത് ഡിഷുമിനേക്കാളും അടിപൊളിയാണെന്നാണ് കേട്ടത്. പക്ഷേ അവരൊന്ന് ക്ലോസ്ഡ് ആണ്, അവർക്ക് ഒരു ലൊക്കേഷനേ ഉള്ളൂ. സോ അൺഫോർച്ചുനേറ്റ്ലി അത് മിസ്സായി. സാർ നെക്സ്റ്റ് ടൈം പോകും. നമ്മുടെ റൂം ഇന്ന് അവർ ക്ലീൻ ചെയ്തതെന്ന് നോക്കാം. ഓഫ് കോഴ്സ് റൂമിൽ എണീറ്റ ശബ്ദം ഇട്ട് ഓഫ് കോഴ്സ് ചെയ്തു. ലൈറ്റ് ഇട്. അതെല്ലാം അടുക്കി പറ. അയ്യോ നമ്മുടെ പ്ലേറ്റ് കൊണ്ടുപോയല്ലോടാ. കാണാത്തത്. നിങ്ങൾ ഇന്നലെ ബിരിയാണി കഴിച്ച പ്ലേറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വെള്ളം, അതെന്നാ പൊട്ടത്തര ഇപ്പൊ പറഞ്ഞേ. അങ്ങനെ വെള്ളം കയറുന്നേ. ഓ ഇല്ല, മോനൂസിന് നമ്മുടെ റൂം എത്തുമ്പോഴേ മനസ്സിലാവും എത്തിയെന്ന്. ഹലോ പാപ്പ മീനു. ഞാൻ റൂമിക്ക് പാപ്പം കൊടുക്കട്ടെ. ഹാൻഡിങ് ഓവർ ടു അച്ഛ. മോർണിംഗ്. അപ്പൊ ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ആണ്. 11th of November, റോമിയുടെ 11th month ബർത്ത്ഡേ. ഹലോ, നീ 1 വയസ്സാവാൻ പോവാ റോമി. നെക്സ്റ്റ് മന്ത് റോമിയുടെ പ്ലേ പെനിലാണ് റോമി കളിച്ചോണ്ടിരിക്കുക. അല്ലേടാ സുഖാണോ? ഉറങ്ങി നന്നായിട്ട് വാവാ? ഉറങ്ങി? ആ ലിയോമ്മ ഇവിടെ. ലിയോമ്മ ഗുഡ് മോർണിംഗ്. ലിയോമ്മ ഇവിടെ എന്തോ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് റോമിക്ക് വേണ്ടി. എന്താ പരിപാടികൾ? ഇത് ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. ഒന്നും വലിയ കുഴപ്പമില്ല, മഴയില്ലെന്ന് തോന്നുന്നു, ചെറിയ വെയിലൊക്കെ കാണാം. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് കാണണം. ഞങ്ങളുടെ ഫ്ലൈറ്റ് വൈകിട്ട് 7:50 PM ഓക്കെ മേറ്റ്. ഞങ്ങൾ എന്നിട്ട് പോണം. സോ അപ്പൊ പിന്നെ കാണാം. ഞങ്ങൾക്ക് പോണം, പ്രാഗിലേക്ക് പോവാ അല്ലേ റോമി? അങ്ങനെ ഞങ്ങൾ റെഡി. ഞങ്ങൾ റോമി ആയിട്ട് പോവാ. അങ്ങ് ദൂരെ ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണാം. ഇപ്പൊ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൽ നടക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ് റിവർ തേംസ്. തേംസിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ഓൾഡ് മാർക്കറ്റിലേക്ക്. നമ്മൾ ബറോ മാർക്കറ്റിലേക്ക് പോവാണ്. റൈറ്റ്. റോമച്ചിനെ പൊക്കി എടുക്കണം. Yeah. Okay. So I'm going to sit here, guys. This table here, and I'm going to show you എന്താ മണം എന്തോ ഇവിടെ സ്പെഷ്യൽ മുള്ളുടെ വൈനൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട് എന്തെങ്കിലും കമന്ററി പറയാനുണ്ടോ? പറഞ്ഞോ. തോന്നണ്ടേ എന്നാടി ഇതിന്റെ സ്പെഷ്യാലിറ്റി? വല്ല ഓൾഡസ്റ്റ് അങ്ങനെ വല്ലതും ഉണ്ടോ? ആ അങ്ങോട്ട് നോക്കൂ, അകത്തോട്ടുണ്ട് കുറെ. ചുമ്മാ നടന്നിട്ട് വരാം. എന്നിട്ട് എന്തേലും
കോഫി കുടിച്ചതുകൊണ്ട് എനിക്കൊന്ന് ചെറുതായിട്ട് അപ്പിയിടാൻ മുട്ടുന്നുണ്ട്. ബറോ മാർക്കറ്റിന്റെ പഴയ കോലം. നോക്കണം. ഇവിടെ പിക് പോക്കറ്റിംഗ് ഒക്കെ കാണും കേട്ടോ. Get them at Irish restaurant. Oh, you win. Oh, okay. Okay, let's go. വേൾഡ് ഫേമസ് സോസേജ് റോള് നമ്മൾ കഴിച്ചു. അവരുടെ കടയുടെ പേരാണ്. അത് ഞാൻ എടുത്തായിരുന്നു വീഡിയോ. പറഞ്ഞോ. വലിയ സോസേജ്, നല്ല മീറ്റ് നാരത്ത് കനത്തില് വിത്ത് ചീസ് അല്ലേ? ചീസ് ഇല്ലേ സൈഡിൽ? ഇല്ല, അതിനകത്ത് ചീസ് ആയിരിക്കും സൈഡിൽ. ഇവിടെ എങ്ങനെയുണ്ട്? ചൂടാ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? നിങ്ങൾ അങ്ങനെ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് ട്രെയിൻ പിടിച്ച് ഹീത്രോ എയർപോർട്ടിലെത്തി. നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ, അതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. ഫൈനലി ഇവിടെ എത്തി. ഇനി ചെക്ക് ഇൻ ചെയ്യണം. ലിഫ്റ്റിലേക്ക് ഓടി. അങ്ങനെ ഞങ്ങൾ തിരക്കേറിയ ട്രെയിൻ യാത്രയിലൂടെ ഹീത്രോ ടെർമിനൽ 3-ലെത്തി. റോമിൽ ഞങ്ങൾ ഉറക്കി. ഇനി ഞങ്ങളുടെ ഡ്രാഗ് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബ്രിട്ടീഷ് എയർവേസിൻ്റെ ലൗഞ്ചിലാണ് ഇപ്പം ഞങ്ങൾ. ഇവിടെ കുറച്ച് ഫുഡ് അടിച്ചു, ഞാൻ ട്രെയിൻ കഴിച്ചു. ഞങ്ങളുടനെ അടുത്ത ഫുഡ് കഴിച്ച് ബോഡിയെ റോമിനെ ഉറക്കി. അതുകൊണ്ട് സമാധാനം. റോമി എണീറ്റു. ഞാൻ കുടിക്കുന്നില്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചു. പക്ഷേ ഇവിടെ ഒരു ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു കിഡ്സ് പ്ലേ റൂമുണ്ട്. അവിടെ റോമിനെ ഞങ്ങൾ തുറന്നോട്ടേക്കുക. സോ റോമി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക അവിടെ. റോമി ഹാപ്പിയായി. ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഒരു കുഞ്ഞി ഫ്ലൈറ്റാണ്. ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 2 സീറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് സാധനം നടുക്ക് വെച്ചേക്കുക. റോമിച്ചിന് ഉറക്കത്തിൽ നിന്ന് കലം പോലെ കണ്ടറിയണം. റോമിച്ചിന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഫ്ലൈറ്റ് സമയം 8:07. റോമിയുടെ ഫ്ലൈറ്റിലെ അഭ്യാസങ്ങൾ. വാള വെക്കണം, ശബ്ദിക്കാം.
ഞങ്ങൾ പ്രാഗിലെത്തി. തണുപ്പാണ്. ചെറിയ തണുപ്പില്ല, നല്ല തണുപ്പാണ്. ഞങ്ങൾക്ക് ഇപ്പം ശരിക്കും ഇതിൻ്റെ ഉപയോഗം തുടങ്ങി. റോമീനെ കവർ ചെയ്യണം പുറത്തെത്തിയിട്ട്. സോ ഇമിഗ്രേഷൻ ചെയ്യാം. ഡേഞ്ചറായിരുന്നു തോന്നുന്നു. ഞങ്ങളങ്ങനെ വേറൊരു ലാംഗ്വേജ് സംസാരിക്കുന്ന രാജ്യത്തെത്തി. ഞങ്ങൾ എല്ലാ രാജ്യത്തെത്തുമ്പോൾ എക്സിറ്റ് പഠിച്ചു വെക്കും. കാരണം മെട്രോയിൽ പറഞ്ഞല്ല. അപ്പം ഇതിൻ്റെ ഇവിടുത്തെ സോട്ടെ, പിന്നെ ബിച്ചോ വേറെ വല്ല ആയിരിക്കും. ഇവിടെ ചെറിയൊരു എയർപോർട്ടാണ് തോന്നുന്നു. ഇമിഗ്രേഷനൊക്കെ ചെറിയ ക്യൂസ്. അപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടോ ഒക്കെ നിന്നിട്ട് പറ്റിപ്പെട്ടു. ഒരബദ്ധം പറ്റി ഗായ്സ്. ഞങ്ങൾ ആക്ച്വലി ബോർഡിംഗ് ഗേറ്റിലേക്ക് ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ മാറിപ്പോവും. ഞങ്ങൾ ബിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബോർഡിങ്ങിലേക്ക് അതോ ഈജിപ്തിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലിട്ട് കയറാം. ഫ്ലൈറ്റിലേക്കല്ല, സെക്യൂരിറ്റി ചെക്കിലേക്ക്. പുള്ളിക്കകത്ത് പറഞ്ഞതാണ് ഈജിപ്തിലേക്ക് വിട്ടേക്കാന്ന് പറഞ്ഞത്. റോംസിനൂടെ പുതിയൊരു രാജ്യത്തെത്തി. നാലാമത്തെ പ്രാഗില് ടാക്സി അങ്ങോട്ട് ഞാൻ വളഞ്ഞു വരുവാ. നീ എൻ്റെ കൂടെ വളയണമെന്നില്ല.